ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലന്തേ. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ സർക്കിൾസ് ആൻഡ് ഡയങ്കിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 47-ലെ 7ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ചോദ്യം വായിക്കുകയാണ്. ഇൻ ദ പിക്ചർ ബിലോ എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആൻഡ് അനദർ പോയിന്റ് ഓൺ ദ സെമി സർക്കിൾ, and then semicircles on the other side of the triangle as diameters. Prove that the sum of the areas of the blue and red crescents in the second picture is equal to the area of the triangle. അതായത് ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു സെമി സർക്കിൾ, അതിൻ്റെ അകത്തൊരു ട്രയാങ്കിളും കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ സെമി സർക്കിള് തന്നെ 3 കാണുന്നത്. അതായത് ഈ ട്രയാങ്കിളിൻ്റെ മറ്റു 2 സൈഡ്, ഇപ്പോൾ താഴത്തെ സൈഡ് ഇത് ഡയമീറ്ററായിട്ട് ഒരു സെമി സർക്കിൾ വെച്ച്, മറ്റു 2 സൈഡുകളിലും എന്താണ് ആ വശങ്ങൾ ഡയമീറ്ററായിട്ട് സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ നീല ചന്ദ്രക്കലയുടെയും ഈ ചുമന്ന ചന്ദ്രക്കലയുടെയും ഏരിയയുടെ സം ഓഫ് ദ ഏരിയാസ് ഓഫ് blue and red crescents in the second picture is equal to the area of the triangle. അതായത് ഇതിൻ്റെ പരപ്പളവും കൂടി കൂട്ടിയാൽ നമുക്ക് ഏതിൻ്റെ പരപ്പളവ് കിട്ടണം? ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടണം. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ചോദ്യത്തിൽ എന്താ പറയുന്നുണ്ട്? ഈ ബ്ലൂ ക്രസൻറ്റിൻ്റെയും റെഡ് ക്രസൻറ്റിൻ്റെയും ഏരിയയുടെ സം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. To prove that sum of the areas of blue crescent and red crescent is equal to the area of the triangle. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഇത് സെമി സർക്കിൾ, ഇത് എന്താണ് പച്ച കളറാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ അടിച്ചിരിക്കുന്നത്. ഇതെല്ലാം പച്ച കളർ. ഞാൻ വേണേ അങ്ങനെ മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ഓഫ് ഗ്രീൻ കളർ in text. See, നമുക്ക് എന്താണ് ബ്ലൂ ക്രസൻറ്റിൻ്റെയും റെഡ് ക്രസൻറ്റിൻ്റെയും ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് 90 ഡിഗ്രി അല്ലേ? എന്തുകൊണ്ട്? ആംഗിളിൻ്റെ സെമി സർക്കിൾ. ഇതങ്ങ് ഞാനങ്ങ് ഷെയ്ഡ് ചെയ്യുന്നത് മായ്ക്കുവാണ്. ഗ്രീൻ ആണെന്ന് കരുതുക. എല്ലാം കൂടെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഇവിടെ ഞാൻ പേര് കൊടുക്കാം. എന്ത്? ABC എന്ന് കൊടുക്കാം. ABC. അപ്പം ദിസ് ഈസ് 90 ഡിഗ്രി. ആംഗിൾ BAC ഈക്വൽസ് 90 ഡിഗ്രി. എന്താണ്? ആംഗിളിനെ സെമി സർക്കിൾ, സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ. ട്രയാങ്കിൾ ABC ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ABC ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. ഇനി നമുക്ക് ഈ രണ്ടിന്റെയും ഏരിയ, sum of the areas of blue and red crescent equal to, ഇതിന്റെ രണ്ടിന്റെയും ഏരിയയുടെ സം നമുക്ക് കാണണം. നമുക്ക് എങ്ങനെ കാണാം? The area of triangle plus area of blue semicircle plus area of red semicircle minus area of this
ബിഗർ സെമി സർക്കിൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നല്ലേ പറഞ്ഞത്. അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ ഇതിന്റെ എല്ലാം ഏരിയയിൽ നിന്ന് ഈ സെമി സർക്കിളിന്റെ ഏരിയ കുറയ്ക്കണം. അതായത് ഈ സെമി സർക്കിളിന്റെ ഏരിയ, ഗ്രീൻ സെമി സർക്കിൾ, ഏരിയ ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസന്റ്. അപ്പം സം ഓഫ് ദി ഏരിയാസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസന്റ് നമ്മൾ മൊത്തത്തില് ആഡ് ചെയ്യണം. ഈക്വൽസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിളും ദ ബ്ലൂ സെമി സർക്കിൾ, ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് റെഡ് സെമി സർക്കിൾ മൈനസ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ ഇത്രയും ഭാഗം ഈ സെമി സർക്കിളിന്റെ ഏരിയ കുറച്ചാൽ മതി. ഗ്രീൻ സെമി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ. അപ്പം ക്രസന്റ് ഏരിയയുടെ സമ ഈ ട്രയാങ്കിളുടെ ഏരിയക്ക് ഈക്വൽ ആണെന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു, പിന്നെ ഇവിടെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം കൂടെ, പാർട്സ് ഓഫ് ആംഗിൾസ്, അതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇത് റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിളില് ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിളില് ഇത് ഡയമീറ്റർ ആയിട്ട് വരച്ചിരിക്കുക. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് BC. അപ്പം ഹൈറ്റിൽ നിന്ന് ഹൈറ്റ് ഡയമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുകയും ബേസ് ഡയമീറ്റർ ആയിട്ട് മറ്റൊരു സെമി സർക്കിൾ വരയ്ക്കുകയും ചെയ്താൽ ഇതിന്റെ രണ്ടിന്റെയും ഏരിയ ഈ ഹൈപ്പോട്ടിന്യൂസിലുള്ള സെമി സർക്കിളിന്റെ ഏരിയക്ക് തുല്യമായിരിക്കും. ഇത് A എന്നും ഇത് B എന്നും കൊടുത്താൽ ഇത് എത്രയായിരിക്കും? A+B ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് റെഡ് സെമി സർക്കിൾ. നോക്കിക്കേ, ഇത് രണ്ടും ഈ സൈഡിൽ വരുന്നതല്ലേ? അപ്പോൾ അത് ഏതിന് ഈക്വലാ? ഹൈപ്പോട്ടിന്യൂസിൽ വരുന്ന സെമി സർക്കിളിന് ഈക്വലാ. നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഹൈപ്പോട്ടിന്യൂസിൽ ഒരു സെമി സർക്കിൾ വരച്ചെന്നിരിക്കട്ടെ. അപ്പം ഇത് സെമി സർക്കിളിന്റെ ബാക്കി ഭാഗമല്ലേ ഈ സെമി സർക്കിൾ. അപ്പൊ ഈ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ മേളിൽ കാണുന്ന സെമി സർക്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. ഒരു സർക്കിളിനെ രണ്ടായിട്ട് ഭാഗിച്ചല്ലേ? അപ്പം താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും ഇതിന്റെ ഏരിയ തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്കിത് മാറ്റി എങ്ങനെ എഴുതാം? ഏരിയ സം ഓഫ് ദ ഏരിയാസ് ഓഫ് blue and red crescents equals area of triangle plus the area of blue, area of red കൂടെ ചേർന്നാൽ എന്താ? ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ, ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ. ഇത് രണ്ടുകൂടെ കട്ട് ചെയ്ത് പോത്തില്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് കിട്ടും. ബാക്കിയുള്ളത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പൊ എന്താണ്? സം ഓഫ് ദ ഏരിയാസ് ഓഫ് ബ്ലൂ ക്രസന്റ് ആൻഡ് റെഡ് ക്രസന്റ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. കിട്ടിയില്ലേ?
hence proved. ഇങ്ങനെ അങ്ങ് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 8ാമത്തെ ചോദ്യം. ഇൻ ദ പിക്ചർ AB and CD are perpendicular chords of the circle. Prove that the arcs APC and BQD join together make a semicircle. അതായത് AB യും CD യും പരസ്പര ലംബങ്ങളായ ഞാണുകളാണ്, വൃത്തത്തിലെ ഞാണുകളാണ്. APC എന്ന ആർക്കും BQD എന്ന ആർക്കും ഒരുമിച്ച് ചേർന്നാൽ ഒരു സെമി സർക്കിൾ ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് തെളിയിക്കണം. സെമി സർക്കിൾ ആകും എന്ന് പറയുന്നത് നമ്മൾ തെളിയിക്കണം. അതിന് നമുക്ക് APCയുടെ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യുന്നു, കേന്ദ്രത്തിലോട്ട് യോജിപ്പിക്കുന്നു. അപ്പം APC എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളും BQD എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? 180 കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ട എന്താണ്? ടു പ്രൂവ് ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD ഈക്വൽസ് 180 ഡിഗ്രി. സെമി സർക്കിളിന്റെ ഡിഗ്രി മെഷർ ആണ് 180 ഡിഗ്രി. 180 ഡിഗ്രി ആണ് അർദ്ധവൃത്തത്തിന്റെ അളവ്. ഒരു സർക്കിളിന്റെ ആണെങ്കിൽ 360. അപ്പം ആർക്ക് APCയുടെ സെൻട്രൽ ആംഗിൾ AOCയും ആർക്ക് BQDയുടെ സെൻട്രൽ ആംഗിൾ BODയും ആവും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കൂടി നടത്തണം. എന്താണ്? AD ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പൊ ആംഗിൾ ADCX എന്നെടുത്തു. ലെറ്റ് ആംഗിൾ ADC ഈക്വൽസ് X. അപ്പൊ ADC X ആണെങ്കിൽ AOC എന്താണ്? അതാ ഒരേ ആർക്കിൽ നിന്നുള്ള കോണുകളല്ലേ. ഇത് സെൻട്രൽ ആംഗിള്, ഇത് ആംഗിൾ ഓൺ ദ അതർ പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പം ആംഗിൾ AOC എപ്പോഴെന്ത് കിട്ടും? ട്വൈസ് ദിസ് ആംഗിൾ. ആംഗിൾ AOC ഈക്വൽസ് 2x. ഇതാണ് ഈ ആർക്കിന്റെ എൻഡിൽ നിന്ന് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഈ കേന്ദ്രകോണിന്റെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രകോൺ ഇരട്ടിയായിരിക്കും. അതാണെങ്കിൽ ഇവിടെ ആംഗിൾ BOD കേന്ദ്രകോണാണ്. ഏതിന്റെ കേന്ദ്രകോൺ? BQD എന്ന ആർക്കിന്റെ കേന്ദ്രകോണാണ് BOD. ഇവിടെ 2x നിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിന്റെ മറുവശത്തുള്ള കോണം എന്ന് പറയുന്നത് ഏതാണതാ? BAD. BAD എത്രയായിരിക്കും? ഇത് ഞാൻ BAD y എന്നെടുത്താൽ ഇതെത്ര? 2y ആയിരിക്കും. ലെറ്റ് ആംഗിൾ BAD ഈക്വൽസ് y. Therefore angle BOD ഈക്വൽസ് 2y. ഇനി ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ്. ആംഗിൾ ADC പ്ലസ് ആംഗിൾ BAD ഈക്വൽസ് x പ്ലസ് y. ഓക്കെ, ഈ ത്രികോണം എടുത്തേ. ഇവിടെ 90 തന്നിട്ടുണ്ട്. കുറച്ചുകൂടി വലുതായിട്ട് വരയ്ക്കാം. 90, ഇവിടെ x, അതായത് ഇവിടെ D ആണ്, ഇവിടെ A, ഇവിടെ y എന്നെടുത്ത്. അപ്പൊ ഇത് 90 കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ എത്രയായിരിക്കും? 90 ആയിരിക്കും. x പ്ലസ് y എത്രയായിരിക്കും? 90. സം ഓഫ് ദ ത്രീ ആംഗിൾസ് ഈസ് 180 ഡിഗ്രി ഈക്വൽസ് 90 ഡിഗ്രി. ഫിഗറിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD ഈക്വൽസ് 2x പ്ലസ് 2y ഈക്വൽസ് 2 into x പ്ലസ് y ഈക്വൽസ് 2 into x പ്ലസ് y എത്ര? 90 ഈക്വൽസ് 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ AOCയും ആംഗിൾ BODയും 180 ഡിഗ്രി ആണെന്ന് കിട്ടി. Therefore നമുക്ക് എന്ത് എഴുതാം? ആർക്സ് APC and BQD join together make a
സെമി സർക്കിൾ. മനസ്സിലായല്ലോ? രണ്ടുകൂടെ ചേർന്നാൽ സെമി സർക്കിൾ ആകുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ യോജിപ്പിച്ച് നമുക്ക് അതിന്റെ സം 180 കിട്ടിയുണ്ട്. നമുക്ക് എന്താ പറയാൻ കിട്ടും? ഈ ആർക്ക് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെമി സർക്കിൾ കിട്ടുമെന്ന് തെളിഞ്ഞു. ഓക്കെ, 2 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ടിൽ ദെൻ ബൈ. ഓക്കെ.